ഇപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക് പല പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇന്നലെ ഇവിടെ ചർച്ച ചെയ്തതായി ചില മാധ്യമങ്ങൾ പറഞ്ഞത് ജലീലിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു, മുഖ്യമന്ത്രിയെക്കുറിച്ച് വിമർശിച്ചു. അങ്ങനെയുള്ള ഒരു വിമർശനം ഇവിടെ നില്ല. കേരളത്തിലെ പൊതു രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ ഏതെല്ലാം വിഷയങ്ങൾ സ്വാഭാവികമായി പരാമർശിക്കുമോ അതിനപ്പുറം ഒരു ചർച്ചയും ഇവിടെ ഉണ്ടായിട്ടില്ല. ഞങ്ങളിന്ന് ഈ സമയം ചില കുറവാണെങ്കിൽ ഈ യോഗം വിളിച്ചത് ഇല്ലെങ്കിൽ നാളെ വേറെ എന്തെങ്കിലുമൊക്കെ വരും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇവിടെ യോഗം നടത്തുമ്പോൾ അത് ഞങ്ങൾ ബ്രീഫ് ചെയ്യാറുണ്ട്. അല്ലാത്ത ബ്രീഫിങ് നമ്മൾ തൽക്കാലം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇവിടെ യോഗത്തിൽ പങ്കെടുത്തതുപോലെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അത് ഒരു സത്യവുമായി യാതൊരു ബന്ധവുമുള്ള കാര്യങ്ങളല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംരക്ഷിക്കുക എന്ന രാഷ്ട്രീയ ചുമതലയാണ് CPI ഉയർത്തിപ്പിടിക്കുന്നത്. മുന്നണിയിലെ കക്ഷികൾ തമ്മിൽ സ്വാഭാവികമായിട്ടും പല കാര്യങ്ങളിലും തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകും. അത് പല പാർട്ടികളായതുകൊണ്ടാണ്. എന്നാൽ അതേസമയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയത്തിൽ വിശ്വസിച്ച് അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് CPI പ്രവർത്തിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അടിക്കാനുള്ള വടിയല്ല CPI. CPI അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന കക്ഷികളാണ്. ചില നയപരമായ പ്രശ്നങ്ങളിൽ ഇടതുപക്ഷ നിലപാടുകളിൽ നിന്ന് ഗവൺമെൻറ് വ്യതിചലിക്കുന്നു എന്ന് കാണുമ്പോൾ പരസ്യമായി ഞങ്ങൾ പറയാറുണ്ട്, അത് ഇടതുപക്ഷത്തോട് ചേർത്ത് സർക്കാരിനെ നിർത്താൻ വേണ്ടിയല്ല അതല്ലാതെ സർക്കാരിനെതിരായ യുദ്ധപ്രഖ്യാപനം അല്ല. മുന്നണിയെ കൂടുതൽ ശക്തിപ്പെടുത്താനും മുന്നണിയുടെ രാഷ്ട്രീയം കൂടുതൽ ഇടതുപക്ഷ വിശ്വാസികളിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനമായി മാത്രം അതിനെ കണ്ടാൽ മതി. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നടപടിയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നടപടിയും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാം. ഇന്ന് പാർലമെൻറ്റിൽ പാസ്സാക്കിയ നിയമം ഫെഡറൽ സംവിധാനത്തിൻ്റെ കടയ്ക്കൽ കത്തിവെക്കുന്നതാണ്. കാർഷിക പരിഷ്കരണം ഏത് സബ്ജക്റ്റാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസം എങ്ങനെയാണ്, കേന്ദ്ര സബ്ജക്റ്റ് മാത്രമല്ലല്ലോ. ആ ഫെഡറൽ സംവിധാനം എല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് എല്ലാ നിയമങ്ങളും പാർലമെൻറ്റ് പാസ്സാക്കി സംസ്ഥാനങ്ങളുടെ അഭിപ്രായങ്ങളെ പരിഗണിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണിന്ന് ഉള്ളത്. പാർലമെൻ്ററി ജനാധിപത്യവും അതിനെ ഇല്ലായ്മപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ ഭൂരിപക്ഷം ഉപയോഗിച്ച് സ്വേച്ഛാധികാരം നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഇന്ന് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട സന്ദർഭത്തിൽ ഇന്ത്യയിലെ 18 രാഷ്ട്രീയ കക്ഷികളാണ് ഈ നിയമത്തിൽ ഒപ്പുവെച്ചുകൂടാ എന്ന് പറഞ്ഞ് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്, പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 18 രാഷ്ട്രീയ കക്ഷികൾ. അതിൽ UDF-ലെ കക്ഷികളുമുണ്ട്, LDF-ലെ കക്ഷികളുമുണ്ട്, അതിന് പുറത്തുള്ളവരുമുണ്ട്. അപ്പോൾ ഈ സ്വേച്ഛാധിപത്യ നയങ്ങൾക്കെതിരായി രാജ്യവ്യാപകമായി ഒരു ഐക്യം വളർന്നു വരുമ്പോൾ അതിൽ അവരെയാണോ ആ നയത്തിനെയാണോ എതിർക്കേണ്ടത്, ഇടതുപക്ഷത്തെയാണോ എതിർക്കേണ്ടത് എന്ന് വിശാലമായ ഒരു ചിന്തയ്ക്ക് പ്രതിപക്ഷ പാർട്ടികൾ തയ്യാറാകണം. കൃഷിക്കാരുടെ വിഷയം മാത്രമല്ല, ഇന്ത്യയിലെ തൊഴിൽ നിയമങ്ങൾ 4 കോഡാക്കി 29ഓളം നിയമങ്ങൾ ഒരുമിച്ച് ചേർത്ത് തൊഴിലാളികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അവകാശങ്ങൾ ഇല്ലായ്മപ്പെടുത്താനുള്ള ശ്രമം നടക്കുകയാണ്. അതും രാജ്യസഭ ആളുകളെ സസ്പെൻഡ് ചെയ്ത് അതിനെ അവർ പ്രതിപക്ഷം ബഹിഷ്കരിക്കുന്ന സമയം ഉപയോഗിച്ച് എത്രയോ വർഷങ്ങളായി നമ്മുടെ പാർലമെൻറ്റ് ജനാധിപത്യ സംവിധാനം പാസ്സാക്കിയ നിയമങ്ങളാണ് എല്ലാം കൂടെ കൂട്ടി 4 ലേബർ കോഡാക്കി ഈ ഗവൺമെൻറ് കൊണ്ടുവന്നു. അത് തൊഴിലാളികളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭരണം നിലനിൽക്കുമ്പോൾ അതിനെതിരായി പൊരുതുന്നതിന് പകരം അതിന് ബദൽ സൃഷ്ടിക്കുന്ന ഒരു സംവിധാനം
അതിന് നേതൃത്വം നൽകുന്ന ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനുള്ള ശ്രമം കേരളത്തിൽ നടന്നാൽ അതിനെ ചെറുക്കാനുള്ള ബാധ്യത ഇടതുപക്ഷ വിശ്വാസികൾക്കെല്ലാമുണ്ട്. അതുകൊണ്ടാണ് അതിന് എതിരായിട്ടുള്ള പ്രചരണങ്ങളും പ്രക്ഷോഭങ്ങളുമായി ഞങ്ങൾ ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ദേശീയ നേതാക്കന്മാരെയും ഒക്കെ കേസിൽ പ്രതിയാക്കിക്കൊണ്ടാണ് ഡൽഹി കലാപത്തിന് ശേഷം ഉള്ള നടപടികൾ ഡൽഹി പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സീതാറാം യെച്ചൂരിയും മറ്റ് നേതാക്കളും ഇന്നിപ്പോൾ ഏറ്റവും അവസാനം മഹിളാ നേതാക്കളെയെല്ലാം ഞങ്ങളുടെ NFIW ജനറൽ സെക്രട്ടറി സഖവാനി രാജ ഉൾപ്പെടെ വൃന്ദക്കാരൻ ഉൾപ്പെടെ ഉള്ളവരെല്ലാം ആ കേസിൽ പ്രതിയാക്കുകയാണ്. അവർ നടത്തിയ ജാഥ ഇതിന് രാജ്യദ്രോഹത്തിന് സഹായിച്ചു എന്നാണ് അവരുടെ കണ്ടെത്തൽ. അപ്പോൾ ഈ സാമൂഹ്യ പ്രവർത്തകരെ, അതിനകത്ത് രാഷ്ട്രീയക്കാർ മാത്രമല്ല, പ്രൊഫസർമാർ, സാമൂഹ്യ പ്രവർത്തകർ എല്ലാമുണ്ട്. പുരോഗമനപരമായി ചിന്തിക്കുന്നവരെ അതിനുവേണ്ടി വലിച്ചിഴയ്ക്കുന്ന, അതിനെതിരെ കേസിൽപ്പെടുത്തി അവരുടെ അഭിപ്രായങ്ങൾ അടിച്ചമർത്താം എന്നാണ് ധാരണയെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തും. CPI അതിൻ്റെ മുൻപന്തിയിലും ഉണ്ടാകും. ആരാ സ്വാഗതം ചെയ്യുന്നു പറഞ്ഞേ? അല്ല, അതാണ് ഗവൺമെൻറ് ചെയ്തത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ സ്വാഗതം ചെയ്യുന്നതെന്ന് പറഞ്ഞില്ല. എനിക്ക് പറയുന്ന കാര്യത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. അത് അയാൾ കുറ്റം ചെയ്താൽ അയാളെ പുറത്താക്കും. അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കിയപ്പോൾ there ends the matter. ഏതാ? അത് കേരളത്തിലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അല്ലേ എയർപോർട്ട്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അല്ലേ കസ്റ്റംസ്? 20 തവണയായിട്ട് 80 കിലോ സ്വർണം കടത്തി എന്ന് പറയുന്നു. ആരുടെ കഴിവുകേട്? ആരാണ് അതിന് ഉത്തരവാദി? അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ടോ? അതിലൂടെ കാറ്റ് സെക്രട്ടേറിയറ്റിൻ്റെ മുകളിൽ കൂടി പോയി എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാം. മറ്റേ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല. കേരളത്തിലെ കസ്റ്റംസ് നിയമം, ഇന്ത്യയിലെ കസ്റ്റംസ് നിയമം എന്താണ്? സ്വർണം പിടിച്ചാൽ പെനാൽറ്റി അടച്ച് ഇറങ്ങിപ്പോവാം. അതാണ്. അതാരുടെ കുഴപ്പമാണ്? ഞങ്ങളുടെ കുഴപ്പമാണ്? കേരളത്തിലെ സർക്കാരിൻ്റെ കുഴപ്പമാണ്? അല്ലല്ലോ. അത് കേന്ദ്ര ഗവൺമെൻറ് അത്തരം കാര്യങ്ങളിൽ ഇന്ത്യയിലെ പല എയർപോർട്ടുകളിലും ഇത് നടക്കുന്നു. ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം കോഴിക്കോട് എയർപോർട്ടിൽ എത്ര കിലോ സ്വർണ്ണം പിടിച്ച്? അപ്പോൾ എത്ര പിടിച്ചെങ്കിൽ എത്രയോ പോയി കാണും. അവർ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എന്ത് ശിവശങ്കറിനെ ചോദ്യം ചെയ്താൽ അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് എന്താണ്? അയാൾ ചോദിക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായിട്ടല്ല അദ്ദേഹത്തിന് ചോദ്യം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വകാര്യ കാര്യമാണ് ആ സ്ത്രീയുമായിട്ടുള്ള ബന്ധം. അതിനെ ചോദ്യം ചെയ്തതിന് ഗവൺമെൻറ്റിൽ നിന്ന് എന്താണ് ലജ്ജിക്കുന്നത്? ആ സ്ത്രീയുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്ന് കണ്ടപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി. അതിനുശേഷം സിവിൽ സർവീസിൻ്റെ നിയമം അനുസരിച്ച് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് ചെയ്തതിന് ശേഷം സാധാരണ സിവിൽ സർവീസിൽ ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്താൽ 60 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ റിവ്യൂ വേണം. അത് റിവ്യൂവിന് വേറൊരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. അപ്പോൾ നിങ്ങളെല്ലാം കൂടെ വാർത്ത കൊടുത്തു അയാളെ തിരിച്ചെടുക്കാൻ പോകുന്നു. 2 ദിവസത്തേക്ക് ആ വാർത്ത തന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ എക്സ്റ്റെൻഡ് ചെയ്തു. ഏത് മന്ത്രി ചോദ്യം ചെയ്തത് എന്താ? മന്ത്രി ഒരു കാര്യത്തിന് വേണ്ടി ഒരു ദേശീയ ഏജൻസി ചോദിച്ചാൽ മന്ത്രി പോകണോ വേണ്ടോ? സർക്കാരിന് ബാധ്യതയുണ്ടെന്ന് അവർ പറഞ്ഞിട്ടില്ല ഇതുവരെ. അതിൻ്റെ കാര്യമില്ല. അതെനിക്ക് അതാ അഭിപ്രായം. വിളിച്ചു പോകേണ്ട കാര്യമില്ല, നേരെ പോവാം. എന്തുകൊണ്ട് പോയി എന്ന് അദ്ദേഹമല്ലേ പറയേണ്ടത്?
മുഖ്യമന്ത്രി അദ്ദേഹം ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിയാണ്, ക്യാബിനറ്റ് മിനിസ്റ്ററാണ്. സംസ്ഥാന കേന്ദ്ര ബന്ധങ്ങളെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിന് വലിയ ധാരണയൊന്നും ഇല്ലെങ്കിലും അതിനെ ബഹുമാനിക്കുന്നവരാണ് ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ലെഫ്റ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതുകൊണ്ട് CPIയും CPMും ഇത്തരം കാര്യത്തിൽ രാഷ്ട്രീയ നിലപാട് പറയുന്നു, ഗവൺമെൻറ് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ നിലപാടാണ്. ഏതാ അത് ഞാൻ പറയേണ്ട കാര്യമില്ല, അത് ജലീൽ സ്വയം തീരുമാനിക്കേണ്ട കാര്യമാണ്. ആ വിഷയം അതിനെപ്പോൾ അപ്പുറത്ത് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ അത് അദ്ദേഹം സ്വയം തീരുമാനിക്കേണ്ട വിഷയമാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു മന്ത്രിയെ വിളിച്ചാൽ സ്റ്റേറ്റ് കാറിൽ തന്നെ പോയി കാര്യങ്ങൾ പറഞ്ഞിട്ട് തിരിച്ചു പോരാ. അതാണ് നമ്മുടെ ജനാധിപത്യം. ഒരു ദേശീയ ഏജൻസി ചോദിച്ചാൽ പോവുകയില്ല, ഞാൻ മന്ത്രിയാണ് എന്ന് പറയാൻ പറ്റുമോ? പോകുന്നത് അങ്ങനെ പോകാം. അത് തീരുമാനിക്കേണ്ടത് ഞാനല്ല, നിങ്ങളുമല്ല, അദ്ദേഹം തന്നെയാണ്. അത് അദ്ദേഹം സ്വയം അതിൽ നിന്ന് അദ്ദേഹം കറക്റ്റ് ചെയ്യുമെങ്കിൽ ചെയ്തോട്ടെ. എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് അഭിപ്രായമില്ല. അത് ഇതെല്ലാം ആപേക്ഷികമല്ലേ. കള്ളമെന്ന് നിങ്ങൾക്ക് തോന്നാം, ശരി അദ്ദേഹത്തിനും തോന്നാം. അതല്ലാതെ ആരത് തീരുമാനിക്കുന്നു? ജോസ് കെ മാണിയുടെ വിഷയം ഞങ്ങളങ്ങനെ ഒരു ഖണ്ഡിതമായ തീരുമാനം എടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ LDF തീരുമാനിച്ചത് അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കട്ടെ എന്നാണ്. എന്നാൽ ജോസ് കെ മാണി കോട്ടയത്ത് ചേർന്ന യോഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കും എന്നാണ്. അപ്പോൾ അനുചിതമായ ഒരു സമയത്ത് ഞങ്ങളൊരു തീരുമാനം എടുക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അതുകൊണ്ട് ഉചിതമായ സമയത്തുള്ള ഉചിതമായ തീരുമാനം വരട്ടെ, അപ്പോൾ ഞങ്ങൾ അഭിപ്രായം പറയുന്നതിൽ പ്രസക്തി. ഇല്ല, അതിപ്പം രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിലപാടുകൾ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ മാറ്റാറുണ്ട്. ഇപ്പോൾ ഇവിടെ BJPയും കോൺഗ്രസും യോജിച്ച് ലെഫ്റ്റിനെ എതിർക്കുന്നു. ഇപ്പം അങ്ങനെയല്ലല്ലോ. ലെഫ്റ്റും കോൺഗ്രസും എല്ലാം കൂടെ യോജിച്ച് പല നയങ്ങളിൽ BJP അല്ലേ എതിർക്കുന്നു. അപ്പോൾ ഇതൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും. ഞങ്ങൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞത് അവരുടെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയതിന് ശേഷം പറയുന്നതിലെ പ്രസക്തിയുള്ളൂ. അപ്പോൾ ഞങ്ങൾ LDFൽ ആ കാര്യം ചർച്ച ചെയ്തോളാം. അത് ഞങ്ങൾ നിലപാട് എടുത്തിട്ട് പിന്നെ പണം ഇങ്ങനെ ഉണ്ടെങ്കിലല്ലേ പണയം വെക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ എടുത്തില്ലല്ലോ. അത് ഞങ്ങൾ പറഞ്ഞത് ഇപ്പോഴും അത് ഞങ്ങൾ ഡിസോൺ ചെയ്യുന്നില്ല. അതൊക്കെ പോകുന്നതൊക്കെ നമ്മളിപ്പോൾ അങ്ങനെ ഒരു പാർട്ടി നാളെ പോവുകയോ വരുകയോ ചെയ്യുന്നതിനെ കുറിച്ചൊന്നും ഞാൻ കമൻറ്റ് ചെയ്യാറില്ല. ഞാൻ പറഞ്ഞില്ലേ അന്യൻ്റെ പറമ്പിൽ പുല്ല് കണ്ടുകൊണ്ട് പശുവിനെ വളർത്താൻ പറ്റുമോ? അതുകൊണ്ട് അവർ ഏതാ ഇല്ല, പലപ്പോഴും പ്രായം ആകുമ്പോൾ അങ്ങനെയൊക്കെ വ്യത്യാസം വരും. അതെ, ഞാൻ പറഞ്ഞു അങ്ങനെ ആകാൻ ഒരു താല്പര്യം LDFനില്ല എന്നത് ശരിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അവരുടെ നിലപാട് അവർ വ്യക്തമാക്കട്ടെ, രാഷ്ട്രീയ നിലപാട് പറയട്ടെ. അത് അവർ വരുമോ വരുമില്ലെന്ന് തീരുമാനിക്കട്ടെ. നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട്, അവർ പറയട്ടെ. ഇല്ല, ഞാൻ പറഞ്ഞു ഞങ്ങളുടെ കാര്യം പറഞ്ഞു. ഞങ്ങൾക്ക് സ്ട്രെങ്ത് ഉണ്ടല്ലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും. അല്ലാതെ അന്യരുടെ ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ പശുവിനെ വളർത്തിയാൽ പശു പട്ടിണി കിടന്നു പോകും. ഇല്ല, അത് അങ്ങനെ പല അഭിപ്രായങ്ങളും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് ഞങ്ങൾ ഇന്ന് മാത്രമല്ല, ഞങ്ങൾ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്.
വരുന്നുണ്ടെങ്കിലല്ലേ തോന്നൂ. അവർ പറയട്ടെന്ന്, നമ്മളെതിരെ ധൃതി വയ്ക്കുന്നു. അവരവരുടെ രാഷ്ട്രീയ നിലപാട് പറയട്ടെ. അവരിപ്പോൾ NDAയിലാണ്, UDFൻ്റെ ആളുകളായി ജയിച്ചവരാണ്. ഇപ്പോൾ നിൽക്കുന്നത് UPAയിലാണ്. അങ്ങനെയുള്ള ആളുകൾ അവിടെ നിന്ന് വിട്ടുപോകുന്നു എന്ന് അവരാദ്യം പറയണ്ടേ. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? അവർ പറയട്ടെ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആലോചിക്കാം. നിലപാട് തന്നെ അവർ പറഞ്ഞിട്ടില്ല. അത് പറയാതെ പിന്നെ വിലപേശുന്നത് ഞാനിപ്പോൾ ആക്ഷേപിക്കുന്നു. അതല്ല, 3 ഭാഗത്തേക്കും വിലപേശാം. 2 ഭാഗം മാത്രമല്ലല്ലോ ഇവിടെയുള്ളത്, 3 ഭാഗവും ഉണ്ട്. ഇല്ല, അതൊക്കെ ചുമ്മാ വെറുതെ ഞങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി പറയണ്ട. ഞങ്ങൾ തിരുത്തൽ ശക്തിയൊന്നുമില്ല. ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സ്പ്രിംഗ്ലർ ഇടപാടിനെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞത് ഡാറ്റ പ്രൈവസിയെക്കുറിച്ചുള്ള ഇടതുപക്ഷത്തിൻ്റെ നിലപാടിന് തുരങ്കം വയ്ക്കുന്നതായി പോയി. അത് വളരെ ഗൗരവമായി ചർച്ച ചെയ്തിട്ടല്ല അത് തീരുമാനം എടുത്തത്. അതുകൊണ്ട് അത് പിൻവലിക്കണം എന്നാണ് ഞങ്ങൾ അന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ പിന്നെ പിൻവലിച്ചതിൽ ഞങ്ങൾ ദുഃഖിക്കേണ്ട കാര്യമില്ലല്ലോ, സന്തോഷിക്കേണ്ട കാര്യമില്ലല്ലോ. സ്വർണ്ണക്കടത്തിൽ സംസ്ഥാന സർക്കാരിന് യാതൊരു കാര്യമില്ല എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ട്. ആര് കൊടുത്തു? നിങ്ങൾ ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രം കൺക്ലൂഷനിലെത്തരുത്. നിങ്ങളിപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കേസിൽ കുറ്റാരോപിതരായ മനുഷ്യർ നൽകിയിട്ടുള്ള മൊഴികളാണ് വേദവാക്യമായി മാധ്യമങ്ങൾ എടുക്കുന്നത്. അങ്ങനെ എടുക്കാൻ പാടില്ല. സംസ്ഥാന ഗവൺമെൻറ് ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിജിലൻസ് അന്വേഷണം ഇപ്പോൾ ഏർപ്പാട് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ റിസൾട്ട് വരട്ടെ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ എൻക്വയറിക്ക് അന്വേഷണം നടത്തണമെന്ന് ഞങ്ങൾ എന്തിനാ പറയുന്നത്? ജുഡീഷ്യൽ എൻക്വയറി വന്നല്ലോ. ജുഡീഷ്യൽ എൻക്വയറി വേണമെന്ന് പറയേണ്ടത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കണം എന്നല്ലേ പറയേണ്ടത്? അത് ശരിയല്ല. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു തെളിവുണ്ടാകുക, ഒരാരോപണം ഒരാൾ പറയാം. ഇപ്പോൾ ഈ പറയുന്നതിൻ്റെ കൂടെ ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റിയുള്ള ആളുകളെ പെടുത്തുന്നത് ചിലപ്പോൾ മനഃപൂർവ്വമായിരിക്കാം. അപ്പോൾ കേസ് ഉടനെ ഒന്നും അന്വേഷിച്ച് തിരികില്ല. അതുകൊണ്ട് അങ്ങനെ പല സാഹചര്യങ്ങളിൽ പലരും പല മൊഴികൾ കൊടുത്തുനിന്നിരിക്കും. അതാണ് ഒരു അവസാനം എന്ന് തീരുമാനിച്ച് അതുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാം കുറ്റക്കാരാണ് എന്ന നിഗമനത്തിൽ നമ്മൾ ഈ വൈകുന്നേരം 8 മണിക്ക് എത്തിച്ചേരുന്നത്. അതാണ് പ്രശ്നം. അത് അദ്ദേഹത്തെ ഇപ്പോൾ വിവിധ ഏജൻസികൾ ചോദ്യം ചെയ്യുന്നുണ്ട്. ചോദ്യം ചെയ്ത് അതിനെക്കുറിച്ച് അവർ പറയട്ടെ, അപ്പോൾ നമുക്ക് തീരുമാനിക്കാം. എന്താണ് നിങ്ങളിപ്പോൾ ഈ ചില വിഷയങ്ങൾ വരുമ്പോൾ മതനിരപേക്ഷത തകരുന്നു എന്ന് പറയുന്നു. ഒരു സെക്യുലർ മന്ത്രി ഖുറാനെ തൊടാമോ എന്ന് ചിലർ ചോദിക്കുന്നു. ഈ രാജ്യത്തൊരു ക്ഷേത്രം പണിയാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അധ്യക്ഷം വഹിച്ച സ്ഥലമാണ് ഇത്. അതാണിത്. ഒരു സെക്യുലറായിട്ടുള്ള നിലപാട് ഒരു രാജ്യത്ത് അവിടുത്തെ പ്രധാനമന്ത്രി ആ പൂജയ്ക്ക് അവിടെ പോയിരുന്നതാണ്. അതിനെ നിങ്ങളാരും ചോദ്യം ചെയ്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാർട്ടി ഭരിക്കുന്ന സമയത്ത് അതിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് വർഗീയതയെക്കുറിച്ചും സെക്യുലറിസത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നും കൂടണ്ട. അതൊക്കെ ഞാൻ അപ്പോൾ ഇപ്പോൾ എന്നെ വൈറ്റ് മെയിൽ ചെയ്തെന്ന് വെച്ചോ. വെറുതെ വേറെ പണി നോക്കും.
ഉണ്ട്. ഇത്തരം ആരോപണങ്ങൾ കൊണ്ട് മാത്രം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു സർക്കാരിനെ അങ്ങനെ ഒരു തകർക്കാൻ സാധിക്കില്ല. ജനങ്ങളുടെ പിന്തുണ ഈ സർക്കാരിനുണ്ട്. ഏറ്റവും അവസാനം നടന്ന തെരഞ്ഞെടുപ്പുകളിലും നമ്മളത് കണ്ടതാണ്. അതുകൊണ്ട് LDF ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ച് ജനങ്ങളുടെ പിന്തുണയോടുകൂടി നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. തൽക്കാലത്തേക്ക് ചില പ്രതിസന്ധികളൊക്കെ തൽക്കാലത്തേക്ക് ഇല്ല. ഞങ്ങൾ ജനങ്ങൾക്ക് ഇടയിൽ ഈ ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള ധാരണയിൽ മാറ്റം വന്നു എന്നൊരു വിശ്വാസം ഞങ്ങൾക്കില്ല. അതിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ കുറച്ചുകൂടി അന്ന് ഈഫും ബട്ടും അങ്ങനെ രാഷ്ട്രീയത്തിൽ ഒത്തിരി നമ്മൾ ഉപയോഗിക്കണ്ട. അതെനിക്കറിയില്ല. മുഖ്യമന്ത്രി അങ്ങനെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കിട്ടിയെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. അതെനിക്കറിയില്ല. സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുക്കാറുണ്ട്. മുഖ്യമന്ത്രി അത് കാണാറുണ്ട്. ഈ പ്രത്യേക സംഭവത്തിൽ എന്ത് സംഭവിച്ചുവെന്ന് എനിക്കറിയില്ല. ഷമ്മിക്ക് അറിയാവുന്ന അത്രയും ഈ കാര്യത്തെക്കുറിച്ച് എനിക്കറിയില്ല. ഏതാ? ഇല്ലില്ല, അത് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ലല്ലോ. പിന്നെ ഇല്ലാത്ത കാര്യം എന്തിനാ പറയുന്നത്? ഇപ്പം നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്നൊന്നും പറഞ്ഞിട്ടില്ല. സർക്കാരിന് സ്വർണ്ണക്കടത്ത് ഞങ്ങളുടെ വിഷയമേ അല്ല. സ്വർണ്ണക്കടത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിഷയമാണ്. നിങ്ങളാദ്യം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരോ വിളിച്ചെന്ന് പറഞ്ഞു. അവസാനം ഇപ്പോൾ അയാളില്ലല്ലോ, ആ വിളി നടന്നിട്ടില്ലല്ലോ, ഒരിടത്തും ഒരു പ്രൂഫും ഇല്ലല്ലോ. ചുമ്മാ വെറുതെ കഥകളുണ്ടാക്കാൻ. ഇല്ല, സർക്കാർ ഞങ്ങൾക്ക് ഈ സംശയരോഗമുള്ള പാർട്ടിയല്ല. സംഘടന തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ജോസ് കെ മാണി തെരഞ്ഞെടുപ്പിന് മുമ്പ് വന്നാൽ സ്വാഭാവികമായിട്ട് ഒരു അഴിച്ചുപണിക്ക് മുമ്പ് ഉണ്ടാകുമോ? അങ്ങനെ പ്രാഥമികമായ ചർച്ചയും CPM-ഉം CPM ഉഭയകക്ഷി ചർച്ചയും നടന്നിട്ടുണ്ട്. ഇല്ല, അങ്ങനെ ഒരു വിഷയം കേരളത്തിൽ LDF പരസ്യമായിട്ടാണ് പറഞ്ഞത്. ജോസ് കെ മാണി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കട്ടെ, അപ്പോൾ LDF ഒരു നിലപാട് പറയാം എന്ന് പറഞ്ഞു. അത് വ്യക്തമാക്കാത്തിടത്തോളം കാലം ഞങ്ങളെന്ത് ഉപയോഗിച്ച് ചർച്ച നടത്തുന്നത്? മനോരമയ്ക്ക് ഒരു വലിയ താല്പര്യമുണ്ടല്ലോ ജോസ് കെ മാണി എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കൂടെ ചേർക്കണം. എന്തിനാണ് നമ്മൾ ഈ അന്യരുടെ കാര്യത്തിന് അങ്ങനെ ഒളിഞ്ഞു നോക്കാൻ പോകുന്നത്? അവർ ഇവിടെ ചർച്ച നടക്കും, എന്തുകൊണ്ടും ചെയ്യട്ടെ. അത് പറയട്ടെ, അത് ഞാൻ വെറും പറ്റും അധികം നമ്മൾ രാഷ്ട്രീയത്തിൽ പ്രയോഗിക്കണ്ട. അത് അവർ പറയുന്നതിനനുസരിച്ച് LDF ആലോചിക്കും. ഞങ്ങളുടെ മുന്നണിയിൽ ഒറ്റ ദിവസം കൊണ്ട് ആരും ഇതുവരെ നടന്നു കയറിയിട്ടില്ല. മുന്നണിയോടൊപ്പം സഹകരിച്ച് എത്രയോ കാലം വർക്ക് ചെയ്തവരാണ് INL പോലെയുള്ള സംഘടനകൾ അതിന് മുന്നണിയുടെ ഭാഗമായത്. അതുകൊണ്ട് എങ്ങനെ മുന്നണിയിൽ വരണം, എങ്ങനെ വരണം എന്നൊക്കെ ഉള്ളത് അവർ സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളെ ആശ്രയിച്ചാണ്. ആ രാഷ്ട്രീയ നിലപാട് എന്ത് എന്നുള്ളത് അവർ വ്യക്തമാക്കി കഴിഞ്ഞാൽ എന്ത് അഭിപ്രായം പറയണം എന്ന് ഞങ്ങൾ ആലോചിക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ അത് അവർക്ക് ഭയങ്കര എന്തുമാത്രം സ്വാധീനമുണ്ടെന്നാണ് നിങ്ങളുടെ ഒരു കണക്ക്? എനിക്കറിയാൻ പാടില്ല, ഒന്ന് പറഞ്ഞതാ. ഞാൻ കോട്ടയത്തു നിന്ന് വരുന്ന മധ്യ തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയം നല്ലതുപോലെ എനിക്കറിയാം. അവരെങ്ങനെയൊക്കെ എത്രയൊക്കെ സീറ്റുകളിൽ ഇതിനു മുമ്പ് ജയിച്ചിട്ടുണ്ട്, ഇപ്പോൾ എങ്ങനെയാണ്, ഇപ്പോൾ അവരുടെ സ്ഥിതി എന്താണ് എന്നൊക്കെ ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണ്.